നാട്ടിലെ യുവാക്കളൊക്കെ ലഹരിക്ക് അടിമയാണെന്നും അരാഷ്ട്രീയവാദികളാണെന്നും വിലയിരുത്താൻ വരട്ടെ. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പാർപ്പിടമൊരുക്കുകയാണ് കേരളത്തിലെ ഒരു യുവജന സംഘടന. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന ആഹ്വാനം ചെയ്ത് ഡിവൈഎഫ്ഐ ആരംഭിച്ച റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ ഇന്ന് ഉയരങ്ങൾ താണ്ടി നിൽക്കുകയാണ്. 25 വീടുകൾ എന്ന കണക്ക് 100 വീടുകൾ എന്നാക്കി അതിനുള്ള ധാരണാപത്രവും തുകയും കൈമാറാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. പലരും പല ആരോപണങ്ങളും ഉന്നയിച്ച് തകർക്കാൻ ശ്രമിച്ച കുറച്ച് യുവാക്കളാണ് ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഇന്ന് കേരളത്തിലെ മറ്റൊരു യുവജന സംഘടനയ്ക്കും കഴിയാത്തത് എത്തിപ്പിടിച്ചിരിക്കുന്നത്. ആക്രി ശേഖരിച്ചും ചായക്കട നടത്തിയും കൂലിപ്പണികൾ ചെയ്തും പുസ്തകങ്ങൾ വിറ്റും വാഹനങ്ങൾ കഴുകിയും മത്സ്യം പിടിച്ച് വിൽപ്പന നടത്തിയുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത്. പുരസ്കാര, ഫെലോഷിപ്പ്, ശമ്പള തുകകൾ സംഭാവന ചെയ്തും വിവാഹ ചടങ്ങുകൾ മാറ്റിവെച്ച തുക തന്നും ആഭരണങ്ങൾ ഊരിത്തന്നും ഭൂമി സംഭാവന ചെയ്തും ആട്, പശു ഉൾപ്പെടുന്ന വളർത്തുമൃഗങ്ങളെ കൊടുത്തും ജനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു. പ്രളയ സമയത്ത് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്ന വ്യാജേന വണ്ടിയിൽ നാട് മുഴുവൻ കറങ്ങി നടന്നു. വയനാട്ടിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പൂത്ത ബ്രെഡ് നൽകി എന്നുമുള്ള കണ്ടുപിടുത്തങ്ങളുമല്ലാതെ നാട്ടിലെ പ്രമുഖ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് മനുഷ്യന് ഉപയോഗമുള്ള ഒന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല. കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സമാന രീതിയിൽ ഡിവൈഎഫ്ഐ സമാഹരിച്ചത് 10,95,00,000-ലധികം രൂപയാണ്. നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം കൊടുത്ത 30 വീടിന്റെ ഫണ്ട് പിരിവിന്റെ തമ്മിലടിയിലാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും. ഇവിടെ മനുഷ്യന് വേണ്ടി ഡിവൈഎഫ്ഐ യുവാക്കളെ അണിനിരത്തുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലെങ്കിലും ഡിവൈഎഫ്ഐയുടെ സംഘടനാ രീതി കണ്ട് കൊതിക്കുന്നുണ്ടാവും.